ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് എന്നാണ്. അതായത് രണ്ട് പവേഴ്സിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ വഴിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നത് തേർഡ് പവർ ഓഫ് 2ഉം ഫിഫ്ത്ത് പവർ ഓഫ് 2ഉമാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഈ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 2നെ 3 വട്ടം റിപ്പീറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്താണ് ആ നമ്പറിൻ്റെ പവേഴ്സ് ആക്കി എടുക്കുക. അപ്പോൾ തേർഡ് പവർ ഓഫ് 2 എന്ന് പറയുമ്പോൾ 2നെ 3 തവണ റിപ്പീറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ തേർഡ് പവർ ഓഫ് 2 എഴുതെങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? അതുപോലെ ഫിഫ്ത്ത് പവർ ഓഫ് 2 എഴുതുമ്പോഴോ 2നെ 5 വട്ടം റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ ആണല്ലോ. ഇനി ഇത് നമ്മൾ വേറെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും? തേർഡ് പവർ ഓഫ് 2നെ നമുക്ക് എന്തെന്ന് എഴുതാം? 2⁻³ എന്ന് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 2⁻³ എന്ന്. എന്തുകൊണ്ട്? 2നെ 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻³ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഈ 2 എന്ന് പറയുന്നത് ബേസും 3 എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പോണൻറ്റുമാണ്. ഇനി ഈ ഫിഫ്ത്ത് പവർ ഓഫ് 2നെ എങ്ങനെ എഴുതാം? നമുക്ക് 2⁵ എന്നും എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? 2⁵ എന്ന് എഴുതാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ആണ്, പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന പവേഴ്സ് ആരൊക്കെയാണ്? 2⁻3ഉം 2⁵ഉം. ഇവരുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. രണ്ട് പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യണത്? ഇതിങ്ങനെയല്ലേ എഴുതിയ? നിങ്ങൾ നോക്കിക്കേ, ഈ 2⁻3നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതി. ഇൻറ്റു 2⁵നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതി. ഇതിനെ നമ്മൾ ഫൈനലി ആൻസർ ആക്കി എഴുതുമ്പോൾ ഇതിനെ ഒരുമിച്ച് അങ്ങൊരു മൾട്ടിപ്ലൈ ചെയ്തല്ലേ എഴുതുന്നത്. അപ്പോൾ എത്ര 2 വരും? 1 2 3 4 5 6 7 8 2. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 1 2 3 4 5 6 7 8. ഇതിനെ എങ്ങനെ എഴുതാം? 2നെ 8 വട്ടം മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് 2⁸ എന്ന് എഴുതാം. അതിനർത്ഥം 2⁻3 ഇൻറ്റു 2⁵ എന്ന് പറയുന്നത് 2⁸ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ആ 8 എങ്ങനെ വന്നു? നിങ്ങൾ നോക്കിക്കേ, ഈ 2 ബേസും സെയിം ആണ്. അപ്പോൾ ബേസ് സെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബേസ് അതുപോലെ എഴുതിയിട്ട് ഇനി എക്സ്പോണൻ്റ് 8 വന്നേക്കുന്നത്. അതായത് ഈ 3ഉം 5ഉം ആഡ് ചെയ്താണ് അവിടെ എക്സ്പോണൻ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതി? 3 + 5 എന്ന് എഴുതി. അപ്പോൾ 2⁸8. നിങ്ങൾ അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഒരേ നമ്പറിൻ്റെ 2 ഡിഫറെൻറ്റ് പവേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ബേസ് നമ്പർ അതേപോലെ എഴുതിയിട്ട് അവരുടെ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതും. എങ്ങനെ എഴുതും? ആഡ് ചെയ്ത് എഴുതും. ഓക്കെ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത് 3⁻² ഇൻറ്റു 3⁻4 ആണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രൊസീജിയറാണ്. ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 3ൻ്റെ 2 ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് അല്ലേ ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതും? ബേസ് നമ്പറായ 3 അതുപോലെ എഴുതിയിട്ട് എക്സ്പോണൻസിനെ നമ്മൾ ആഡ് ചെയ്യും. പ്രൊഡക്റ്റ് കാണുമ്പോൾ എക്സ്പോണൻസിനെ ആഡ് ചെയ്യും. ആരൊക്കെയാണ് എക്സ്പോണൻസ്? 2 +
4 അപ്പം നമുക്ക് എന്ത് കിട്ടും? 3 × 2 + 4 6 കിട്ടും. അപ്പോൾ 3/2 × 3/4 ആൻസർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3/6 ആണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? 3/6 ആണ്. ഇനി ഈ 2 എക്സാമ്പിൾ നമ്മൾ ഒരു മേജർ പോയിന്റ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലെ നോക്കിക്കേ. ഇൻ മൾട്ടിപ്ലൈയിങ് 2 powers ഓഫ് എ നമ്പർ എന്നാണ്. എന്താണ്? 2 powers ഓഫ് എ നമ്പർ. ഒരേ നമ്പറിൻ്റെ 2 വ്യത്യസ്ത പവറുകൾ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ എക്സ്പോണൻസ് ഷുഡ് ബി ആഡഡ്. ഉത്തരം കിട്ടാൻ ആ 2 നമ്പേഴ്സ് പവേഴ്സിൻ്റെയും എക്സ്പോണൻസിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതിനെ ഇവർ അൾജിബ്രയിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്? x⁻m × x⁻n എന്ന് പറയുന്നത് x⁻m+n ആണ്. ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ഏതൊരു നമ്പറുമാകാം. എമ്മും എന്നും എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. നിങ്ങൾ നോക്കിയേ, x⁻m ഉം x⁻n എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ 2 വ്യത്യസ്ത പവേഴ്സ് ആണ്. അവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കിട്ടാൻ എന്ത് ചെയ്തു? ആ എക്സ് അവിടെ എഴുതിയിട്ട് അവരുടെ എക്സ്പോണൻസിനെ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ കൂട്ടുകാരെ? സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൻ്റെ മെയിൻ. ഇനി ഇതിൽ 2 കുഞ്ഞു പോയിന്റുകളുണ്ട്. ഒന്നെന്ന് പറയുന്ന ആദ്യത്തെ നോക്കിക്കേ. ദ പ്രൊഡക്റ്റ് ഓഫ് 2 powers ഓഫ് ദ സെയിം നമ്പർ ഈസ് എ പവർ ഓഫ് ദാറ്റ് നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? The product of 2 powers of the same number is a product of that number എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യയുടെ വ്യത്യസ്ത പവറുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ സംഖ്യയുടെ തന്നെ ഒരു പവർ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, വേറൊരു എക്സാമ്പിൾ ആ ഒരു പോയിന്റ് പറയാൻ എടുക്കുവാണ്. 3/2 × 3/5 എടുത്തു നമ്മൾ. ഈ 3/2 ഉം 3/5 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ 2 ഡിഫറെൻറ്റ് പവേഴ്സ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ എങ്ങനെ ചെയ്യും? 3/2 + 5 അതായത് 3/7 എന്ന് കിട്ടി. ഈ ഉത്തരം കിട്ടിയ 3/7 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഒരു ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ്, ഡിഫറെൻറ്റ് പവർ ആണല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് പ്രൂവ് ആക്കിയില്ല. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് 2 powers ഓഫ് ദി സെയിം നമ്പർ ഈസ് എ പവർ ഓഫ് ദാറ്റ് നമ്പർ. ഇനി അതിൻ്റെ താഴത്ത് നോക്കിക്കേ. ഈ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദ എക്സ്പോണൻറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ദ സം ഓഫ് ദി എക്സ്പോണൻസ് ഓഫ് ദി നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് എന്നാണ്. എന്താണ്? ആ എടുത്തിരിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്ത 2 സംഖ്യകളുടെയും എക്സ്പോണൻസിൻ്റെ തുകയ്ക്ക് തുല്യമാണ്. അതല്ലേ നമ്മളിവിടെ എല്ലാം ചെയ്തു. ഇപ്പം ഞാൻ എടുത്തു 3/5 × 3/2 എടുത്തു. എടുക്കുമ്പോൾ ഓക്കെ അല്ലേ? 5ഉം 2ഉമാണ് ഇവരുടെ 3 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ ഇവിടെ വരുന്ന എക്സ്പോണൻസ് 5ഉം 2ഉമാണ്. ഇത് ആൻസറിൽ വരുമ്പോൾ 5 + 2 അതായത് 3/7 എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ എക്സ്പോണൻറ്റുകളുടെ തുകയാണ് നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതിലെ മേജർ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റും അതിന് കൂടെ വരുന്ന 2 കുഞ്ഞു പോയിന്റുകളുമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്കിനി ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ഈച്ച് പ്രോഡക്റ്റ് ബിലോ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്രൈംസ്. നമ്മളിപ്പോൾ പഠിച്ച പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സംഖ്യകൾ, ആ 2 സംഖ്യകളിൻ്റെ പ്രോഡക്റ്റിനെ ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം ഫാക്ടേഴ്സിലോട്ട് ബ്രേക്ക് ചെയ്ത് എഴുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? അവരുടെ പവേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 72 × 162 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം. ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. ആദ്യം 72 ചെയ്യാം അല്ലേ? 72 ചെയ്യുമ്പോൾ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യം ഏറ്റവും ചെറിയ പ്രൈം നമ്പറിനെ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ എത്ര കിട്ടും? 72നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും.
36നെ എന്ത് ചെയ്യാം, നമുക്ക് 2 വെച്ച് തന്നെ ചെയ്യാം. 2 വെച്ച് ചെയ്താൽ നമുക്ക് 18 കിട്ടും. പിന്നെ നമുക്ക് 2 വെച്ച് ചെയ്യാം. 2 വെച്ച് 18നെ ചെയ്താൽ നമുക്ക് 9 കിട്ടും. 9നെ ഇനി നമുക്ക് 3 വെച്ച് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടി. പിന്നെ ഒരു വട്ടവും കൂടെ 3 വെച്ച് ചെയ്യാം, 1. ഓക്കെ അല്ലേ? അപ്പം 72നെ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര 2 ഉണ്ട്? 1 1 2 3 2 ഉണ്ട് അല്ലേ? അപ്പം അതിനെങ്ങനെ എഴുതാം? 2 × 2 × 2 എന്ന് എഴുതാം. ഇനി എത്ര 3 വന്നു? 2 3. അപ്പം 3 × 3. ഇതിനെ നമുക്ക് എങ്ങനെ ഏറ്റവും സിംപ്ലിഫൈ, ഇതിൻ്റെ പവേഴ്സിൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം? 2 3 വട്ടം. അപ്പം 2⁻3 × 3⁻2 ആണ് 72ൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നമുക്ക് 162 ചെയ്യാം. 162 ഇനി 162 അത് നമുക്ക് 2 വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 81 കിട്ടി. ഇനി ഇത് നമുക്ക് 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 27, പിന്നെ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. പിന്നെ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3, പിന്നെ ലാസ്റ്റ് വരുമ്പോൾ 1 കിട്ടും. അപ്പോൾ 162നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 162നെ എത്ര 2 ഉണ്ട്? ഒരു 2 ഇൻറ്റു എത്ര 3 ഉണ്ട്? 1 2 3 4 3 ഉണ്ട്. 1 × 2 × 3 × 4 ഉണ്ടല്ലേ? ഇതിനെങ്ങനെ എഴുതാം? 2⁻1 × 3⁻4 എന്ന് എഴുതാം. ഇനി നമുക്ക് കാണാനുള്ള ആരെയാണ്? 72 × 162ൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ആണ്. അവരെ നമുക്ക് എങ്ങനെ എഴുതാം? 72 × 162 അല്ലേ? 72ൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ആരാണ്? 2⁻3 × 3⁻2 ഇൻറ്റു 162ൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നതോ 2⁻1 × 3⁻4 ആണല്ലേ? നമുക്ക് സിമ്പിളായിട്ടത് ചെയ്തൂടെ? ഒരേപോലത്തെ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പം 2⁻3 ഇൻറ്റു 2⁻1 ഇൻറ്റു 3⁻2 ഇൻറ്റു 3⁻4. ഇനി നിങ്ങൾക്ക് ചെയ്യാനറിയാമല്ലോ, ഇങ്ങനെ എപ്പോൾ വന്നാലും ഒരേപോലത്തെ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരിക. 2⁻3 + 1 4 ഇൻറ്റു 3⁻2 എക്സ്പോണൻസ് 2 + 4 6. അപ്പോൾ 72 × 162ൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് 2⁻4 ഇൻറ്റു 3⁻6 ആണ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇനി ഇത് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ 72 × 162നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം ഈ 2⁻4 × 3⁻6 ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 225 × 135 ആണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് കാണാനാണ്. നമുക്ക് ആദ്യം 225നെ പ്രൈം ഫാക്ടർ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആദ്യം 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 75, പിന്നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 25, ഇനി 5 കൊണ്ട് ചെയ്യാം. 5 തവണ 5 1. ഓക്കെ അല്ലേ? ഇനി 135 കൊണ്ട് ചെയ്യുമ്പോൾ 3 എടുക്കാം. 3 വട്ടം ചെയ്യുമ്പോൾ 45, പിന്നെ 3 എടുക്കാം 15, ഇനിയും 3 എടുക്കാം 5, ഒരു 5 1. ഓക്കെ, അപ്പോൾ 225നെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 3 അല്ലേ? 3 × 3. അപ്പോൾ അതിനെ 3⁻2 എന്ന് എഴുതാം. ഇൻറ്റു എത്ര 5? 2 5. അപ്പോൾ 5⁻2 എന്ന് എഴുതാം അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ ആരാണ്? 135 അല്ലേ? 135നെ എടുക്കുമ്പോൾ 1 2 3 3 ഉണ്ട്. അപ്പോൾ 3⁻3 ഇൻറ്റു എത്ര 5 ഉണ്ട്? ഒരു 5, 5⁻1. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? 225 × 135 അല്ലേ നമുക്ക് കാണാനുള്ളത്? എങ്ങനെയാണ്? 225 എന്ന് പറയുന്നത് 3⁻2 ഇൻറ്റു 5⁻2 ആണ്. ഇൻറ്റു 135 എന്ന് പറയുമ്പോൾ 3⁻3 ഇൻറ്റു 5⁻1 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരേപോലത്തെ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരും. അപ്പോൾ 3⁻2 ഇൻറ്റു 3⁻3 ഇൻറ്റു 5⁻1 ഇൻറ്റു 5⁻2. എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? ബേസ് സെയിം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 3⁻2 2 + 3 5 ഇൻറ്റു 5⁻1 + 2 3. അപ്പം 225 ഇൻറ്റു 135ൻ്റെ പവർ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3⁻5 ഇൻറ്റു 5⁻3 ആണ്. ഓക്കെ അല്ലേ?
ഇപ്പം അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. 105 ഇൻറ്റു 175 അല്ലേ. നമുക്ക് ആദ്യം 105നെ പ്രൈം ഫാക്ടർ ചെയ്യാം. 105നെ എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 35. ഇനി എത്ര കൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. 7 വട്ടം 7 1. ഇനി 175നെ എത്ര കൊണ്ട് ചെയ്യാം? ആദ്യം 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുമ്പോൾ 35 5 7 7 1. ഓക്കെ അല്ലേ? അപ്പം 105 നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടർ ചെയ്യാൻ പറ്റി? എത്ര 3 ഉണ്ട്? ഒരു 3. അപ്പം 3/1 എത്ര 5 ഉണ്ട്? ഒരു 5. 5/1 എത്ര 7 ഉണ്ട്? ഒരു 7. 7/1. അതുപോലെ 175 ആണെങ്കിലോ എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പം 5/2 ഇൻറ്റു 7/1 ആണല്ലേ. ഇനി നമുക്കിവിടെ 3ൻ്റെ ഒരു ഇല്ലല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ 3/0 ഇട്ടേക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? 105 ഇൻറ്റു 175 എങ്ങനെ എഴുതാം? 3/1 ഇൻറ്റു 5/1 ഇൻറ്റു 7/1 ഇൻറ്റു 5/2 ഇൻറ്റു 7/1. ഓക്കെ അല്ലേ? അപ്പോൾ ഒരേപോലത്തെ ആൾക്കാർ വരുമ്പോൾ 3/1 ഇനി ഇല്ല. അപ്പം 3/1 ഇൻറ്റു 5 ആണെങ്കിലോ 5/1 ഇൻറ്റു 5/2. അപ്പം 5 പവേഴ്സ് ആഡ് ചെയ്ത് 1 + 2 3. അപ്പോൾ 5/3. അതുപോലെ 7 ആണെങ്കിലോ 7/1 ഇൻറ്റു 7/1. പവേഴ്സ് ആഡ് ചെയ്ത് 1 + 1 2. 7/2 എന്ന് കിട്ടും. അപ്പം 105 ഇൻറ്റു 175ൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് 3/1 ഇൻറ്റു 5/3 ഇൻറ്റു 7/2. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ നാലാമത്തെ ചോദ്യം നോക്കിക്കേ. 25 ഇൻറ്റു 45 ഇൻറ്റു 75 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടർ ചെയ്യാം. ആദ്യം 25 പ്രൈം ഫാക്ടർ ചെയ്യാം. ഫസ്റ്റ് 5 5 5 പിന്നെ 1. അടുത്ത് 45 എടുക്കുമ്പോൾ 5 വട്ടം 9 3 3 3 1. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആരാ? 75 എടുക്കുമ്പോൾ 3 വട്ടം 25 5 5 1. ഓക്കെ അല്ലേ? തിരിച്ചു വരൂ. അപ്പോൾ 25 നമുക്ക് എങ്ങനെ എഴുതാം? 2 5 അല്ലേ? 5/2 എഴുതാം. അതുപോലെ 45 ആണെങ്കിലോ എത്ര ചെറുതിനെ ആദ്യം എടുക്കാം? 3 അല്ലേ? 3 അല്ലേ ചെറുത്. അപ്പോൾ 3 2 പേര് 3/2 ഇൻറ്റു ഒരു 5 5/1. ഓക്കെ അല്ലേ? ഇനി അടുത്ത് 75നെ എടുത്ത് ഒരു 3 ഉള്ളു. അപ്പോൾ 3/1 ഇൻറ്റു എത്ര 5 ഉണ്ട്? 2 5 5/2. ഇനി 25 ഇൻറ്റു 45 ഇൻറ്റു 75 നമുക്ക് എങ്ങനെ അവരുടെ പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് കാണാം? ചെയ്താൽ പോരെ? ഏറ്റവും ചെറിയ ആളെ പിടിച്ച് ആദ്യം 3. ഒരാൾക്ക് 3 ഇല്ല, അടുത്ത ആൾക്ക് 3/2 പിന്നെ ഒരു 3/1. അപ്പം മൾട്ടിപ്ലൈ ചെയ്തേ 3/2 ഇൻറ്റു 3/1. അപ്പോൾ 3 എത്രയാണ് എക്സ്പോണൻറ്റിൽ വരുന്നത്? 2 + 1 3 ഇൻറ്റു അടുത്ത 5 എടുത്ത് 5 എഴുതി. എത്ര 3 പേർക്കും 5 ഉണ്ട്. 5/2 ഇൻറ്റു 5/1 ഇൻറ്റു 5/2. എക്സ്പോണൻസ് ആഡ് ചെയ്തേ 2 + 1 + 2 3 + 2 5 5/5. അപ്പോൾ 25 ഇൻറ്റു 45 ഇൻറ്റു 75 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് 3/3 ഇൻറ്റു 5/5 ആണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പം പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സിൻ്റെ ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.